മല്ലപ്പള്ളിയുടെ സ്മാഷ് വോളിബോളിലാണെങ്കിൽ തൊട്ടടുത്ത തിരുവല്ലയുടെ സ്മാഷ് അത്രയും ക്യാഷിലാണ്. മധ്യ തിരുവിതാംകൂറിൽ ഇത്ര വേഗത്തിൽ വികസിക്കുന്ന ബിസിനസ് കേന്ദ്രം വേറെയില്ല. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും അധികം സാക്ഷരതയുള്ള ഒരു സ്ഥലം തിരുവല്ലയായിരുന്നു. ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും ഏത് രീതിയിലും ഒരു ഡെവലപ്പ് ആണെങ്കിൽ സാമ്പത്തികം മസ്റ്റാണ്. അപ്പോൾ ആ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഉള്ളവർ വെളിയിൽ പോയി കഷ്ടപ്പെട്ട് ധാരാളം പണം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ഉള്ളൊരു സ്ഥലം തിരുവല്ലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ല. അല്ലെങ്കിൽ കേരളത്തിന്റെ ആണ് ഒരു 25% ഡിപ്പോസിറ്റ് തിരുവല്ലയിലാണ് എന്ന് പറയുന്നത്. വെറും 28 ചതുരശ്ര കിലോമീറ്ററിൽ 14,000 വീടുകൾ, 1,00,000 പൌരന്മാർ. രണ്ട് മെഡിക്കൽ കോളേജുകൾ, മിഷൻ ആശുപത്രികൾ, നിക്ഷേപം കുമിയുന്ന ബാങ്കുകൾ. ഇതൊന്നും കൃഷിയുടെയോ വ്യവസായത്തിന്റെയോ വിത്തല്ല. പർച്ചേസിംഗ് പവറാണ് തിരുവല്ലയുടെ ആസ്തി. ഈ ചുറ്റുവട്ടത്തു നിന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ചേക്കേറിയവരുടെ ഞാറ്റുവേല. പ്രവാസത്തെ ഏറ്റവും അധികം പുൽകുന്ന ജനതയായിട്ടാണ് തോന്നുന്നത്. ഗൾഫിലേക്ക് മാത്രമല്ല, മറ്റേത് ദേശത്തേക്കും ആദ്യമായി പോയവരുടെ കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള തിരുവല്ലയുടെ ത്രസിപ്പിന്റെ പൊക്കിൽ കൂടി കിടക്കുന്നത് ഒരു വെളിപ്പാടകലെയാണ്. കുമ്പനാട് പുല്ലാട് ദേശത്ത് ഒച്ചയും ജാടയും ഒന്നുമില്ലാതെ സാക്ഷാൽ തിരുവല്ലയെ ഇസ്പേഡാക്കുന്ന സെറ്റപ്പ്. ആദ്യകാലങ്ങളിൽ തന്നെ കുമ്പനാടിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് സിംഗപ്പൂർ, മലേഷ്യ, അതിനുശേഷം അമേരിക്ക, അതിനുശേഷം ഗൾഫ് നാടുകളിലേക്കുള്ള ഒട്ടനവധി ആളുകൾ പോയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോഴും സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പ്രവാസി ലോകത്തെയാണ്. ചെറിയൊരു ചുറ്റുവട്ടത്ത് എടിഎമ്മുകളുടെ സംസ്ഥാന സമ്മേളനം, ബാങ്കായ ബാങ്കിന്റെ അകമ്പടി, റെമിറ്റൻസ് അത്രയും അക്കരെ നിന്ന് അമേരിക്ക, ഗൾഫ്, പൌരാവലിയിലെ 90% പേരും പരദേശത്ത്. അവരുടെ വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണ് വീട്ടിൽ. ഇവിടെ സാധ്യതകളില്ലാതെ വരുമ്പോൾ ആ സാധ്യതകൾ അന്വേഷിച്ച് പുറം ലോകത്തേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അവർക്ക് ഉടനെ തിരിച്ചു വരാനും സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ മാതാപിതാക്കളെ ഇവിടെ ശരിയായ രീതിയിൽ കാത്ത് പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. വീടെന്ന് പറയുമ്പോൾ ഒന്നാം കിട മാളികകൾ. കുവൈറ്റിലിരുന്നാൽ മോന് കാണാം അപ്പച്ചൻ കുളിമുറിയിൽ തെന്നി വീണോ, രാത്രിയിലെ ഗുളിക കഴിച്ചോ, സിറ്റ് ഔട്ടിൽ ആരാ ബെല്ലടിച്ചേ എന്നൊക്കെ. ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ, റിമോട്ട് സെൻസിംഗ്. സമ്പൽ സമൃദ്ധിക്ക് നടുവിലും ഏകാന്തമാവുന്ന വാർദ്ധക്യം. കാശും വിളിപ്പുറത്ത് ചികിത്സയും ഉള്ളതുകൊണ്ട് ആയുസ് സുദീർഘം. അടഞ്ഞുകിടക്കുന്ന വീടുകളുടെ എണ്ണം കുമ്പനാടും പരിസര പ്രദേശങ്ങളിലും ഏതാണ്ട് 30%-നും 35%-നും ഇടയ്ക്കാണ്. മക്കളെല്ലാം വിദേശത്ത്, അച്ഛനമ്മമാര് നാട്ടില്. ചിലപ്പോൾ അവരച്ഛനമ്മമാരെ നോക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തും, ഹോം നേഴ്സിനെ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലാക്കും, അല്ലെങ്കിൽ കൊണ്ടുപോകും. അപ്പൊ ഈ അങ്ങനെയുള്ള കേസിൽ വൃദ്ധസദനത്തിലാക്കുമ്പോഴും കൊണ്ടുപോകുമ്പോൾ അടഞ്ഞുകിടക്കുന്ന വീടുകൾ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ അടഞ്ഞുകിടക്കുന്ന വീടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഒരുപക്ഷെ പത്തനംതിട്ടയായിരിക്കും. അപ്പച്ചനും അമ്മച്ചിയും സ്വർഗസ്ഥരായി. ഇനി വിദേശത്തുള്ള മക്കൾ വൃദ്ധരാവണം ഈ വീടുകളിൽ ആളനക്കമുണ്ടാവാൻ. ആ പൈതൃകം ഒരു ചക്രം പോലെ തുടരുന്നു. ദൈവം ആവശ്യമാണെന്ന് ബോധമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ വല്യപ്പന്മാരെ സൂക്ഷിക്കുന്നവരെ പിണങ്ങാതെ സൂക്ഷിക്കുന്നു എന്നല്ലാതെ വല്യപ്പൻ മരിച്ചു കിട്ടുന്നത് സന്തോഷമായിരിക്കുക. മുൻപ് വല്യപ്പൻ ഒരാവശ്യമായിരുന്നു. കപ്പയിടണം, കപ്പയ്ക്കകത്ത് ഇടാമോ, എത്ര നീളം വേണം, വീതി വേണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നതൊന്നും കപ്പ ഇടുന്നില്ല. അപ്പം പിന്നെ കപ്പയുടെ നീളം